നമസ്തേ. ഒരു കഥ പറയാം. ഒരു ദിവസം ഉറക്കമുണർന്നപ്പോൾ മഹാരാജാവിനൊരു സംശയം. എന്താണ് ദൈവത്തിൻ്റെ പണി? ഈ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും പരിപാലിക്കുന്നത് ഞാനാണ്. ക്രമസമാധാനം, നികുതി പിരിവ് എല്ലാം. പിന്നെ എന്താണ് ദൈവത്തിൻ്റെ പണി? രാജാക്കന്മാർക്ക് അത്തരത്തിൽ ചില ചോദ്യങ്ങൾ ഉണ്ടായാൽ പിന്നെ പണ്ഡിത സദസ്സിൽ വിളിച്ച് ചോദിക്കാണല്ലോ പതിവ്. പണ്ഡിതന്മാരെയെല്ലാം വിളിച്ചു ദർബാർ കൂടി. ആരുടെയും ഉത്തരങ്ങളിൽ രാജാവിന് തൃപ്തി വരുന്നില്ല. ഒരു വലിയ വിളംബരം തന്നെ നടത്തി. നാട്ടിൽ ആർക്കെങ്കിലും ഇതിന്റെ ഒരു ഉത്തരം പറയാൻ പറ്റുമോ? ഒരുപാട് ആളുകൾ വന്നു. ആരും പറഞ്ഞ ഉത്തരം രാജാവിന് ബോധ്യപ്പെടുന്നില്ല. അവസാനം എന്ത് ചോദിച്ചാലും തരാം, ഈ ഉത്തരം ഒന്ന് പറഞ്ഞാൽ മതി എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് രാജാവ് എത്തുന്നു. ഒരു ചെറിയ ബാലൻ അപ്പോഴാണ് കൊട്ടാരത്തിലേക്ക് വരിക. അവൻ ദർബാറിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നു. മഹാരാജാവ് പല പല ഉത്തരങ്ങൾ കേട്ടിങ്ങനെ നിരാശനായിരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, രാജാവെ, ഞാൻ ഉത്തരം പറയാം. എന്താണ് ദൈവത്തിന്റെ പണി? അപ്പൊ രാജാവ് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നായാലും ഒരു ഉത്തരം കിട്ടിയാൽ മതി എന്നുള്ള ഒരു സ്ഥിതിയിലാണല്ലോ. നീ പറ, നിന്റെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരാം. അപ്പോ ആ കുട്ടി പറഞ്ഞു, ഞാൻ ഉത്തരം പറയാം. അതിനു മുമ്പ് എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. എനിക്ക് ഒരു നിമിഷം അങ്ങയുടെ സിംഹാസനത്തിൽ നിന്നിരിക്കണം. രാജാവ് ഉത്തരം കിട്ടാനുള്ള ആ വ്യഗ്രതയിൽ അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ആ കുട്ടിയെ അവിടെ ഇരുത്തി. ആ കുട്ടി സിംഹാസനാരൂഢനായിരുന്നിട്ട് പറയുകയാണ്, ഇത്രയേ ഉള്ളൂ മഹാരാജാവേ ദൈവത്തിന്റെ പണി. അഹങ്കാരികളെ പിടിച്ച് താഴെ ഇറക്കുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്യുക. ആദരവോടെ.